അമ്മേ പരിശുദ്ധ അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ ദൈവമാതാവേ 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ ജപമാല മാതാവേ സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവെ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണം. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്നു. ഈശോയെ, എവിടെയെങ്കിലും യാത്ര ചെയ്യുന്ന മുമ്പ് ഇതൊന്ന് കൂടിയിട്ട് പോണവരുണ്ട്. ഈശോയെ, അവർ മക്കളുടെ ഇന്നത്തെ മുഴുവൻ യാത്രകൾ ഞാൻ അങ്ങേക്ക് ഏൽപ്പിക്കുന്നു. അവരുടെ കണ്ണുനീര് ഉപ്പണം കർത്താവെ. അവർ പോകുന്ന ഇടങ്ങളിൽ നീ അവിടെ കൂടെ പോകണം. പലരും ഒറ്റക്കാണ്. പലരും അവർ ഒറ്റക്ക് പോയിട്ട് നടക്കാത്ത പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ് പോണത്. ഓഫീസിലായാലും കോളേജിലായാലും സ്കൂളിലായാലും പരീക്ഷയ്ക്കായാലും ജോലിക്കായാലും ഇൻ്റർവ്യൂവിനായാലും മറ്റ് റവന്യൂ ആയിട്ടുള്ള കാര്യങ്ങൾക്കായാലും കർത്താവ് അങ്ങയുടെ മക്കൾ പോകുന്ന ഇടങ്ങളിലെല്ലാം ഐ കം വിത്ത് യു വേറെവർ യു ഗോ. മുഖത്തെ ആവേശപ്പെടുത്തുന്ന അങ്ങയുടെ അഭിഷേക വചനമാണ്. നീ എവിടെ പോയാലും ഞാൻ നിലകൊണ്ടാകും. കർത്താവെ, ഞങ്ങൾ ആഴമായത് വിശ്വസിച്ചുകൊണ്ട് കർത്താവ് ഈ മക്കൾ നിന്നെയും കൊണ്ടുപോകാൻ ഇടയാക്കണമേ. അമ്മേ പരിശുദ്ധമേ, സമയത്തിൻ്റെ അധികാരി സഞ്ചാരി മാതാവേ, അങ്ങയുടെ മക്കളുടെ കൂടെ സഞ്ചരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവായ സർവ്വേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാന പേടകത്തിൽ അധിഷ്ഠിതമായ ഒരു പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടിക്കുള്ളത്. ഇപ്പം നമ്മൾ ഉടമ്പടിയിൽ ദൈവത്തോട് എന്താ പറയണത്? കർത്താവേ, അങ്ങയുടെ വാഗ്ദാനം പ്രാപിക്കാൻ ഞാൻ അങ്ങ് പറഞ്ഞ പോലെ ചെയ്ത് ജീവിച്ചോളാമെന്നാണ്. ഇപ്പം പുറപ്പാട് ജീവിതത്തിൽ നോക്കുമ്പോൾ എന്തൊക്കെ സംഭവിക്കുന്നുണ്ട്? ഇപ്പം ഇവർ ജെറിക്കോ കോട്ട പൊടിക്കുന്നുണ്ട്, അല്ലേ? പിന്നെ ജോർദാൻ വറ്റിക്കുന്നുണ്ട്. ഈ ജെറിക്കോ കോട്ട പൊടിക്കുമ്പോഴും ജോർദാൻ വറ്റിക്കുമ്പോഴും അവിടുത്തെ താരമാരാ? വാഗ്ദാന പേടകമാണ്. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് ഈ ജെറിക്കോ കോട്ട പൊടിക്കാൻ പറ്റത്തുള്ളൂ. വാഗ്ദാന പേടകം പുരോഹിതന്മാരുടെ തോളിലുണ്ടെങ്കിലാണ് നമ്മുടെ ജോർദാൻ വറ്റിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വാഗ്ദാന പേടകത്തെ കാവുന്ന പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി.
ജോഷുവ 6:4. 7 പുരോഹിതന്മാർ ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളവും പിടിച്ച് വാഗ്ദാന പേടകത്തിന്റെ മുമ്പിലൂടെ നടക്കണം. 7-ാം ദിവസം പുരോഹിതന്മാർ കാഹളം മുഴക്കുകയും നിങ്ങൾ പട്ടണത്തിന് ചുറ്റും 7 പ്രാവശ്യം നടക്കുകയും വേണം. അവർ കാഹളം മുഴക്കുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർത്തട്ടഹസിക്കണം. അപ്പോൾ പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കും. പട്ടണത്തിന്റെ മതിൽ നിലംപതിക്കുന്നതിന്റെ കാരണം എന്താണ്? ഒന്ന്, വാഗ്ദാനപ്പേടയുടെ തോളിലിരിക്കുന്നതും ഈ കാഹളം മുഴക്കുമ്പോൾ ഒട്ടം തള്ളിയിടുന്ന ആരാണ്? അല്ല, കാഹളത്തിന്റെ സ്വരം കേട്ടിട്ടല്ല, മറിച്ച് യഹോവ തന്നെയാണ് തള്ളിയിടുന്നത്. പക്ഷേ യഹോവയുടെ വിശ്വസ്തത കാണിക്കുന്ന ജീവിതമാണ് അവർക്കുള്ളത്. ഇനി യോർദാന്റെ വായിച്ച് ജോഷുവ 3:14-15. തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം വഹിച്ചുകൊണ്ട് പോകുന്ന പുരോഹിതന്മാരുടെ കൂടെ ജന ജോർദാൻ നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലം മുഴുവൻ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. വെള്ളത്തിന്റെ ഒഴുക്ക് നിലച്ചു. അതെന്താ സംഭവിച്ചു കഴിഞ്ഞാൽ, ഈ വാഗ്ദാന പേടകം കാവുന്ന പുരോഹിതൻ ജോർദാനിൽ ചവിട്ടിയപ്പോൾ ജോർദാൻ പിളർന്ന് വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലച്ച് അവർ വാഗ്ദാന നാട്ടിലേക്ക് കടന്നുപോയി. ഇവിടെ എന്ത് സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതാരാണ് ഇത് ജോർദാൻ വറ്റിക്കണത്? വാഗ്ദാന പേടക പ്രകാരം വിശ്വാസത്തിൻ്റെ ജീവിതവും പ്രാർത്ഥനാ ജീവിതവും ഇവർ നയിക്കുമ്പോൾ ദൈവമാണ് ജോർദാൻ വറ്റിക്കണത്. അതറിയണമെങ്കിലേ പുറപ്പാട് 14:14 കർത്താവ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യും. നിങ്ങൾ ശാന്തരായിരുന്നാൽ മതി. അതാണ്. അപ്പം കർത്താവാണ് ജോർദാൻ പറ്റിച്ചതും കർത്താവാണ് ജെറീക്കോ തകർത്തതും. അപ്പം നമ്മൾ ഉടമ്പടി എടുത്ത് വാഗ്ദാനപ്രകാരം ശാന്തമായി ജീവിക്കുമ്പോൾ ബാക്കി നമ്മൾ അനുഭവിക്കുന്ന എല്ലാ പ്രയാസങ്ങളുടെ മേലും ദൈവിക ഇടപെടലുണ്ടാകും. ദൈവിക ഇടപെടൽ ഉണ്ടാകാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഉടമ്പടി എടുത്ത് ശാന്തമായി ജീവിക്കുന്നത്. 2022 ജൂൺ 26 ഞാൻ ഉടമ്പടി എടുത്തത്. ഞാൻ 2ാം പ്രാവശ്യമാണ് ഈ വിശുദ്ധമായ അൾത്താരയിൽ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. എൻ്റെ പേര് ലിംസി റോഡ്രിക്സ്, കാടൂറ്റിയിൽ നിന്ന് വരുന്നു. എൻ്റെ ഹസ്ബൻഡാണിത്. മെയ് 3 വെളുപ്പിന് 2:30 പെട്ടെന്ന് ശ്വാസതടസ്സം ഉണ്ടാവുകയും കഴുത്തിൻ്റെ ബാക്കിൽ വേദന ഉണ്ടാവുകയും ചെയ്തു. പല അസ്വസ്ഥതകളുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഗ്യാസാണെന്ന് വിചാരിച്ചു ഇരുന്നു. ജീരക വെള്ളമൊക്കെ കുടിച്ചു ഇരുന്നിട്ട് പിന്നെ അസ്വസ്ഥതകളുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ഞാൻ ഉടമ്പടി തൈലം എടുത്ത് വിശ്വാസപ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ച് നെറ്റത്ത് കുരിശ് വരയ്ക്കുകയും നാവിൽ കൊടുക്കുകയും ചെയ്തു. പെട്ടെന്ന് അസ്വസ്ഥതകൾ കുറഞ്ഞ് ആളുടെ ശ്വാസതടസ്സം മാറി പെട്ടെന്ന് ആൾ ഉറങ്ങുകയും ചെയ്തു. ഉറങ്ങി നേരം വെളുക്കുന്നത് വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ രാവിലെ എഴുന്നേറ്റപ്പോൾ ഞങ്ങൾ പള്ളിയിൽ പോകാൻ എഴുന്നേറ്റപ്പോൾ ഒരു അസ്വസ്ഥത ഉണ്ട്. ഞാൻ അടുത്തുള്ള ക്ലിനിക്കിൽ പോയി ഒന്ന് ECG ചെക്ക് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ തന്നെ ബൈക്കിന് ആൾ പോയി ECG എടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നേരിയ വേരിയേഷനാണ്, നല്ല വേരിയേഷനുണ്ട്. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിലേക്ക് പോകാൻ പറഞ്ഞു. ഞങ്ങൾ അവിടെ നിന്ന് വേറെ ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ ചെന്നപ്പോഴും ECG എടുത്തപ്പോൾ നല്ല വേരിയേഷനുണ്ട്, ആൻറ്റിയോഗ്രാം ചെയ്യണമെന്ന് പറഞ്ഞു. ആൻറ്റിയോഗ്രാം ചെയ്തപ്പോൾ 2 ബ്ലോക്ക് ഉണ്ട്. അതിലൊന്ന് ഭയങ്കര സീരിയസ് ആണ്, എമർജൻസി ആയിട്ട് ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറയുന്നു അതൊരു മിറാക്കിളാണ്. 5% മാത്രമേ ഉള്ളൂ ആൾക്ക് ഇത് ഹാർട്ടിൻ്റെ പമ്പിങ്. പക്ഷേ ആൾ തന്നെ ബൈക്ക് ഓടിച്ചിട്ട് ക്ലിനിക്കിൽ പോവുകയും ഞങ്ങളോട് എല്ലാ കാര്യങ്ങളും സംസാരിക്കുകയും ഓരോ കാര്യങ്ങളും പറഞ്ഞു തന്നെ ചെയ്തു. പക്ഷേ അതൊരു മിറാക്കിളാണ്. എന്തുകൊണ്ടും അത് ആൾക്ക് നല്ലൊരു പവർ കിട്ടിയിട്ടുണ്ട്. അതാണ് ഇത്രയും നേരം വരെ ആൾ 2:30 വന്നിട്ട് 10:30 ഞങ്ങൾ വേറെ ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. അതുവരെ ആൾക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ ആൻറ്റിയോപ്ലാസ്റ്റി ചെയ്തു.
ഒരു കുഴപ്പമില്ലാണ്ട് ഇനി ഒരു ബ്ലോക്ക് കൂടി ഉണ്ട്, അത് നോർമലായിട്ട് മരുന്നുകൊണ്ട് മാറുമെന്ന് പറഞ്ഞു. പിന്നെ അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതുവരെ ഒരു കുഴപ്പമില്ല. അത് മാതാവിൻ്റെ ഉടമ്പടി തൈലത്തിൻ്റെ ഒന്നുകൊണ്ട്, ഒരു അനുഗ്രഹം കൊണ്ട് മാത്രം, അത്ഭുതം കൊണ്ട് മാത്രമാണ് എൻ്റെ ഭർത്താവ് ഇന്നിവിടെ നിൽക്കുന്നത്. യേശുവേ സ്വസ്തേശ്വര നന്ദി. പിന്നെ എൻ്റെ മകന് കാനഡയിലേക്ക് പോയത് റൂം ബുക്ക് ചെയ്തിട്ടാണ് ഇവിടുന്ന് പോയിരുന്നത്. പക്ഷേ 20-ാം തീയതി പോയി, 29-ാം തീയതിയാണ് ഒരു ക്ലാസ് തുടങ്ങുന്നത്. 1-ാം തീയതിക്ക് റൂമുള്ളൂ എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവിടെ ചെന്ന് വേറെ ഒരു സ്ഥലത്ത് പോയാണ് ആൾ താമസിച്ചിരുന്നത് ആ ഒരാഴ്ചയിലും. പിന്നെ 28-ാം തീയതി അവിടെ എത്തണം. അപ്പോൾ റൂം എങ്ങനെയും ശരിയാക്കി തരാമെന്ന് അവിടുത്തെ ഓണർ പറഞ്ഞിരുന്നു. പക്ഷേ ആ ഓണറിനെ എപ്പോഴും വിളിക്കുമ്പോഴും റൂം കാലിയായിട്ടില്ല, ഇപ്പോൾ വരാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ 29-ാം തീയതി ക്ലാസ്സിൽ പോകണം. 300 കിലോമീറ്ററോളം ദൂരെയാണ് താമസിച്ചിരുന്നത്. അപ്പോൾ മോൻ സങ്കടപ്പെട്ടു. ഞാൻ ചെന്നിട്ട് അവിടെ വഴിയിൽ പോയി നിൽക്കാമാണ്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, വഴിയിലൊന്നും നിൽക്കാൻ പറ്റത്തില്ല, നീ അവിടെ നിന്നാൽ മതി, മാതാവ് അത്ഭുതം പ്രവർത്തിക്കുമെന്ന് പറഞ്ഞു. ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ട് മുട്ടുകുത്തിയിരുന്ന് കൊന്തച്ചേലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അന്ന് 28-ാം തീയതി രാത്രി, അവർക്ക് രാത്രി 11 മണിയായപ്പോഴേക്കും ഓണർ വിളിച്ചിട്ട് പറഞ്ഞു, പെട്ടെന്ന് തന്നെ പോരെ, റൂം കാലിയായിട്ടുണ്ട്. അങ്ങനെ അവർ രാത്രി 11 മണിക്ക് എന്നെ വണ്ടി വിളിച്ച് റൂമിലേക്ക് എത്തിച്ചു തന്നത് മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ ഒന്നുകൊണ്ട് മാത്രമാണ്. പിന്നെ എൻ്റെ മോനെ പാർട്ട് ടൈം ജോലി കിട്ടിയിരുന്നില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വിചാരിച്ചു, വചനമേ ജോസ്പച്ചൻ പറയാറുണ്ട്, വചനം എഴുതി വചനത്തോടുകൂടി ജീവിക്കാം, എന്നാൽ നിങ്ങൾക്ക് അനുഗ്രഹങ്ങൾ ലഭിക്കുമെന്ന്. ഞാനപ്പോൾ അവനെ ഏഷ്യ 30:18 വചനം, കർത്താവ് നീതിയുടെ ദൈവമാണ്, അവിടത്തേക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഭാഗ്യവന്മാ എന്ന വചനം ഞാൻ 1000 പ്രാവശ്യം എഴുതാൻ തീരുമാനിച്ചു. 38 പ്രാവശ്യമായപ്പോഴേക്കും അന്ന് രാത്രി എൻ്റെ മകൻ വിളിച്ചു പറഞ്ഞു, എൻ്റെ മകൻ അവിടെ ജോലി ശരിയായി. ഞാൻ പള്ളിയിൽ നിന്ന് ഇറങ്ങി, കുർബാന കഴിഞ്ഞ് ഇറങ്ങി വരുമ്പോഴാണ് എനിക്ക് മമ്മി ഇൻ്റർവ്യൂ കാർഡ് വന്നത്, ജോലി ശരിയായി എന്ന് മോൻ വിളിച്ചു പറഞ്ഞു. അങ്ങനെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അവന് പാർട്ട് ടൈം ജോലി ശരിയായി. പിന്നെ എൻ്റെ മൂത്ത മകന് വിദേശത്ത് പോകാൻ പല തടസ്സങ്ങളുണ്ടായിരുന്നു. പല സ്ഥലങ്ങളിലും ഞങ്ങൾ കൊടുത്തിരുന്നു, പക്ഷേ ഒന്നും ശരിയായിരുന്നില്ല. പിന്നെ ഒരു സ്ഥലത്ത്, അർമേനിയ എന്ന സ്ഥലത്ത് വിസ ലഭിച്ചു. പക്ഷേ പോകുന്ന ഒരാഴ്ചയ്ക്ക് മുൻപ് വരെ പോകാൻ തടസ്സമുള്ള ഒരു കേസിലേക്ക് അവനാകപ്പെട്ടു. പക്ഷെ ഞങ്ങൾക്ക് പോകാൻ സാധിക്കില്ല എന്ന് തന്നെ വിചാരിച്ചത്. പക്ഷെ ഞാൻ വചനം അവന് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കുമ്പോൾ കിട്ടുന്ന വചനമാണ് ലൂക്ക 18:27, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണെന്ന വചനം എനിക്ക് ലഭിച്ചിരുന്നു. ആ വചനം ഞാൻ എഴുതി 389-ാം പ്രാവശ്യമായപ്പോഴേക്കും എൻ്റെ മകന് സ്റ്റേഷനിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു, ഒരു കുഴപ്പമില്ല, നിങ്ങൾ വിദേശത്തേക്ക് വിട്ടോ, കുഴപ്പമില്ല, കേസൊന്നും ഇല്ല എന്നും പറഞ്ഞ് എൻ്റെ മോനെ പോകാൻ സാധിച്ചു. അത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. മാതാവ് ഞങ്ങൾക്ക് ഇടയ്ക്ക് തടസ്സങ്ങൾ തരുന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം യേശുവിനും മാതാവും കൂടുതൽ വിളിക്കുവാനും യേശുവിനും മാതാവിലേക്ക് ചേർന്ന് നിൽക്കാനും വേണ്ടിയാണ് ഞങ്ങൾക്ക് വിഷമതകളും സങ്കടങ്ങളും തരുന്നതെന്ന് ഞാൻ ഹസ്ബൻഡിനോട് പറയും. ഞങ്ങൾ കൂടുതലായി പ്രാർത്ഥിച്ചുകൊണ്ട് എന്നും ഈശോയുടെ മാതാവിൻ്റെ കൂടെ ആയിരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോയും മാതാവ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നു. പ്രാർത്ഥിച്ചാൽ ലഭിക്കാത്തതൊന്നുമില്ലെന്നും ഈശോ മാതാവ് ഞങ്ങളെ പഠിപ്പിച്ചു. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ പാവപ്പെട്ടവരെ സഹായിക്കുമായിരുന്നു. മറ്റുള്ളവർക്ക് സഹായങ്ങൾ എന്താ ചെയ്യാനുള്ളത് ഞാൻ ചെയ്യും. പിന്നെ രോഗികളെ പോയി കാണും. പിന്നെ പള്ളിയിൽ മുടങ്ങാതെ ഞാൻ പോകും. പോയില്ലെങ്കിൽ എനിക്ക് അസ്വസ്ഥയാണ്, എന്നും പോകും, പ്രാർത്ഥിക്കും. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ അക്രൈസ്തവരായ എല്ലാവർക്കും ഇവിടുന്നുള്ള കൃപാസന പത്രം എല്ലാവർക്കും വിതരണം ചെയ്യും. എല്ലാവർക്കും വേണ്ടി, രോഗികൾക്ക് വേണ്ടി, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കാനും ഞാൻ എന്നും നിലനിൽക്കുന്നു. യേശുവേ സ്വസ്ത്രേശ്വേ നന്ദി. ഈ ഇത്രയും തന്ന അനുഗ്രഹങ്ങൾക്ക് ഞാൻ യേശുവിനും മാതാവിനും കോടിക്കണക്കിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. എൻ്റെ പേര് ജോളി. ഞാൻ കല്ലൂരിൽ നിന്ന് വരുന്നു. 2022 ഞാൻ ഉടമ്പടി എടുത്തിട്ടുള്ളത്. ഞാൻ 2023 ജനുവരി മാസത്തിൽ എനിക്ക് ബ്ലീഡിങ് ഉണ്ടായി. വയറ്റിൽ നിന്ന് പോകുമ്പോൾ ബ്ലഡ് പോകുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താണാവോ, ഞാൻ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായില്ല. അങ്ങനെ കുറച്ച് ദിവസം കൊണ്ട് നടന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ മോളോട് പറഞ്ഞു, മോളെ അമ്മയ്ക്ക് ഇങ്ങനെ ഒരു ഇത് പോകണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ മോള് പറഞ്ഞു, അമ്മ അപ്പച്ചനോട് പറയുമെന്ന് പറഞ്ഞു. എനിക്ക് ധൈര്യമില്ല പറയാൻ, വെച്ചാൽ ഒരുപാട് കടബാധ്യതകളുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ ഞാൻ ഒരു മാസം കഴിഞ്ഞു, ഫെബ്രുവരി ആയിപ്പോൾ ഞാൻ പറഞ്ഞു ഇനി അപ്പച്ചനോട് പറയാണ്ട് രക്ഷയില്ല. ഞാൻ അപ്പച്ചനോട് പറഞ്ഞു, അപ്പം നീ എത്ര ദിവസം പറയാങ്ങേന്ന് ചോദിച്ചു എന്നോട്. ഞാൻ പറഞ്ഞു എങ്ങനെ പറയുക, കാശ് വേണ്ട നമുക്കെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു കാശില്ലെങ്കിൽ നീ പറയാണ്ട് ഇരുന്ന് എന്താ ശരിയാവുക എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ വീട്ടിൽ അടുത്ത് തന്നെ ഒരു ഡോക്ടർ ഉണ്ടായിരുന്നു. ആ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞു മൂലക്കൂരിൻ്റെ ആവും എന്ന് പറഞ്ഞു. അപ്പോൾ എന്നിട്ട് എനിക്ക് മരുന്ന് തന്നു. എന്നിട്ട് അത് കഴിച്ചിട്ടും യാതൊരു കുറവുണ്ടായില്ല. അപ്പോൾ പിന്നെ ബ്ലഡ് പ്രസ് ഇങ്ങനെ സ്പ്രെൻഡ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് പേടിയായി, എൻ്റെ മാതാവേ കാശും ഇല്ലല്ലോ ഞങ്ങൾക്ക്, ഞാൻ എന്ത് ചെയ്യും കർത്താവേ. എന്നിട്ട് ഞാൻ ഡോക്ടർ എനിക്ക് റെസിപ്റ്റ് തന്നു, വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി സ്കാൻ ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ തൃശ്ശൂർ പോയി സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്ക് ക്യാൻസറിൻ്റെ നേരിയ ഒരു സൂചന കാട്ടണുണ്ടെന്ന് പറഞ്ഞു. ഞാനത് വീട്ടിൽ വന്ന് സ്കാനിങ്ങിന് പോയപ്പോൾ എൻ്റെ നാത്തൂനും എൻ്റെ അനിയത്തിയൊക്കെ വന്നു. ഞങ്ങൾ 3 ആൾ പൊട്ടിക്കരഞ്ഞു. ആ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കൃപാസന മാതാവിൻ്റെ പത്രം എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നു ഒരു ചേച്ചി. അപ്പം ഞാൻ പറഞ്ഞു ദൈവമേ എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, ഞാൻ ഇനി പേടിക്കില്ല. അപ്പോൾ എനിക്കൊരു ധൈര്യം വന്നു. അപ്പോൾ എൻ്റെ അനിയത്തി പറഞ്ഞു ജോളി നിനക്ക് നല്ല ധൈര്യം ഉണ്ടല്ലോ ജോളിയെ. ഞാൻ പറഞ്ഞു എൻ്റെ മാതാവ് എൻ്റെ കൂടെയുണ്ട്, എനിക്കത് കാരണം നല്ല ധൈര്യം ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അവർ സ്കാനിങ് ചെയ്യുമ്പോൾ എന്നോട് പറഞ്ഞു, ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു, എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടിയപ്പോൾ അനിയത്തിനെയും നാത്തൂനെയും ഡോക്ടർ വിളിച്ചു റൂമിലേക്ക്. അപ്പോൾ പറഞ്ഞു പേഷ്യൻ്റ് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ അവർ രണ്ടുപേരും കരഞ്ഞു വരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു സൂചന കേട്ടിട്ട് എനിക്ക് ഇതാണെന്ന് തോന്നണേ എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ശരിയാ ജോളിയ എന്ന് പറഞ്ഞു എന്നോട്. ഞങ്ങൾ പൊട്ടിക്കരഞ്ഞു. അങ്ങനെ തന്നെ ഞാൻ എൻ്റെ അനിയത്തിയുടെ വീട്ടിലേക്ക് പോയി. എനിക്ക് വീട്ടിലേക്ക് വരാൻ പറ്റണില്ല. അപ്പോൾ ഞങ്ങൾക്കൊരു പച്ചക്കറി കടയാണ്. അവിടുന്ന് ചേട്ടനെ വിളിച്ച് രാത്രി എൻ്റെ മോനും കൂടി അനിയത്തിയുടെ വീട്ടിലേക്ക് വന്നു. 3 ആളും പൊട്ടിക്കരഞ്ഞു, കാശുമില്ല. അപ്പം ഞാൻ പറഞ്ഞു എന്തുട്ടാ ചെയ്യുക. അപ്പം ഞാൻ അതിക്ക് മുന്നേ എനിക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ പോയി പറയാറുണ്ട് എനിക്ക് എന്തെങ്കിലും തരുമോ നിങ്ങളെന്ന്. അപ്പോൾ അവർ പറയും ഇപ്പം കാശൊന്നും ഇല്ല ജോളിയാ, നിനക്ക് ഭാഗം വയ്ക്കുമ്പോൾ തരാമെന്ന് പറയും. അപ്പം ഞാൻ പറയും അന്ന് ശരി എന്ന് പറയും. അത് കഴിഞ്ഞപ്പോൾ ദൈവമേ ഇനിയിപ്പോൾ ഇത് വന്നപ്പോൾ എനിക്ക് തരുമോ ദൈവമേ എന്ന് ചോദിച്ചു. ഞാൻ പറയാണ്ട് തന്നെ എൻ്റെ മാതാവ് എനിക്ക് അവരെ കൊണ്ട് കാശ് തരാൻ സമ്മതിച്ചു. 2.5 ലക്ഷം രൂപ തന്ന് എൻ്റെ ഓപ്പറേഷൻ നടത്തി. എല്ലാം ഭംഗിയായി നടന്നു. എൻ്റെ പെറ്റ് സ്കാൻ ചെയ്തു. അപ്പോൾ പറഞ്ഞു യാതൊരു കുഴപ്പമില്ല, നിനക്ക് അത് നോർമലായി കണ്ടിട്ടുള്ളൂ, നിനക്ക് വേറൊരു കുഴപ്പമില്ല. അപ്പോൾ എനിക്ക് പേടി, എൻ്റെ മുടി കൊഴിഞ്ഞു പോകുമെന്നാണ് എനിക്ക് പേടി അറിഞ്ഞത്. എനിക്ക് കടയിൽ പോകേണ്ടതാ. ഞാനപ്പോൾ എന്നും തലയിൽ തൈലം പുരട്ടും. കീമോ ചെയ്ത് വരുമ്പോൾ മുടി പതുക്കെ ഒന്ന് പിടിച്ച് വലിച്ചു നോക്കും, മുടി പോവാ മാതാവിൻ്റെ, എൻ്റെ മുടി പോവല്ലേ. എന്നിട്ട് ഞാൻ ഈ തൈലം തലയിൽ എന്നും പറ്റും. അപ്പം എല്ലാവരും പറയും ജോളിയാ നിൻ്റെ മുടിയൊന്നും പോയിട്ടില്ല. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ ഈ അനുഗ്രഹം എനിക്ക് എൻ്റെ അമ്മ മാതാവ് തന്നതാ. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. പിന്നെ ഞാൻ പ്രേക്ഷിത വേലയ്ക്ക് പോവും. പിന്നെ ഞാൻ ഈ ഭക്ഷണം കൊടുക്കാനായിട്ട് പൊതിച്ചോറ് കൊണ്ടുപോയി കൊടുക്കും. അതുപോലെ തന്നെ 2ാമത്തെ സാക്ഷ്യം, കഴിഞ്ഞ കൊല്ലം എൻ്റെ മോള് എൻ്റെ വീട്ടിലേക്ക് ഓണത്തിന് വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓണത്തിന് അവൾ ഒരാഴ്ച നിന്ന് കഴിഞ്ഞതിന് ശേഷം അവൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ ഞങ്ങൾ ഓട്ടോറിക്ഷയിൽ പോയി. അവളുടെ ആക്റ്റീവമ്മ അവൾ പോയി. ഞാൻ ഈ 2 കൊച്ചു മക്കളാണ് അവൾക്ക്, അവനും കൊണ്ട് ഞാൻ പോയി. അപ്പോൾ അവൾ എന്ത് ചെയ്തു, ഒരു ഉച്ച തിരിഞ്ഞാണ് വീട്ടിലേക്ക് പോയത്. അപ്പോൾ അവളുടെ ഞങ്ങളുടെ സ്വർണ്ണമൊക്കെ ഊരി അവൾ ബാഗിൽ വെച്ചു. ആ ബാഗ് അവൾ വണ്ടിയുടെ ഉള്ളിലാണ് അവൾക്ക് കിട്ടുമെന്ന് ഓർമ്മ ഉണ്ടായത്. പക്ഷെ അവൾ വണ്ടിയുടെ ഉള്ളിലല്ല ഇട്ടെ, അവൾ ഓട്ടോറിക്ഷയിൽ വെച്ചു. അവൾ മറന്നു പെട്ടെന്ന് പോകേണ്ട തിരക്കിൽ. അപ്പോൾ ആ ബാഗ് ഈ വെള്ളിമൂങ്ങ ഓട്ടോറിക്ഷയിലാണ് പോയത്. അപ്പോൾ ആ പിന്നിലത്തെ സിബിൽ അവളിത് വെച്ചു. അവളുടെ വിചാരം സ്വർണ്ണം അവളുടെ കയ്യിലാന്നാ. എന്നിട്ട് ഈ ബാഗിനുള്ളിൽ ഈ വണ്ടിയുടെ പിന്നിൽ വെച്ചപ്പോൾ വണ്ടി ഒരു ടേഡിങ്ങിൽ തിരിഞ്ഞു പോയപ്പോൾ ഈ ബാഗ് തെറിച്ച് പോയി. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിരുന്നു. അപ്പം മോള് എന്നെ വിളിച്ചു നോക്കണു, അമ്മ എൻ്റെ ബാഗ് പോയിന്ന്. അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ മോളെ നീ വണ്ടിയുടെ മുമ്പിൽ വെക്കുന്ന ബാഗ് നീ പോയത് അറിഞ്ഞില്ലേ മോളെ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോഴാണ് പറഞ്ഞു അമ്മ ഞാൻ മറന്നിട്ട് ഈ ഓട്ടോറിക്ഷയുടെ പിന്നിൽ വെച്ചു, ഡ്രസ്സുകൾ വെക്കുന്ന ബാഗിൻ്റെ കൂടെ ഞാനിത് വെച്ചു. പക്ഷെ ഇത് തെറിച്ചു പോയി, ആമ്പല്ലൂർ സെൻറ്ററിൽ വീണു ഈ ബാഗ്.
അപ്പോൾ തന്നെ ഓട്ടോറിക്ഷക്കാർക്ക് കിട്ടി. അപ്പോൾ ചില ആൾക്കാർ അത് കാലുകൊണ്ട് തോണ്ടിയെടുക്കാൻ നോക്കി. അപ്പോൾ ഈ ഓട്ടോറിക്ഷക്കാർ അവർക്ക് കൊടുത്തില്ല. അത് ഞങ്ങൾ കൊടുത്തോളാമെന്നും പറഞ്ഞ് ആ ബാഗ് അവർ മേടിച്ച് വെച്ചു. എന്നിട്ട് അവർ ബാഗ് തുറന്ന് നോക്കിയപ്പോൾ 6 പവൻ സ്വർണ്ണം ഉണ്ടായിരുന്നു അതിൽ. അപ്പം ഞാൻ ആലോചിച്ചു, എൻ്റെ മാതാവേ, 6 പവൻ പോയിട്ട് 1/2 പവൻ മേടിക്കാൻ യോഗ്യത ഇല്ലാത്ത ഞങ്ങൾ ഇനി എങ്ങനെ അത് തിരിച്ചു കൊടുക്കും മാതാവേ എന്ന് ഞാൻ വിളിച്ചു. ആ ഓട്ടോറിക്ഷക്കാരൻ അവളുടെ ഭർത്താവിൻ്റെ ഡോക്ടറെ കാണിച്ച സ്ലിപ്പ് ഉണ്ടായിരുന്നു ബാഗിൻ്റെ ഉള്ളിൽ. ആ സ്ലിപ്പിൽ നമ്പർ നോക്കി അവന് വിളിച്ചു. അപ്പോൾ അവൻ മോൾക്ക് വിളിച്ചു. അപ്പോൾ ഞങ്ങൾ വീടെത്താറായിട്ടാ. അപ്പോൾ മോൾക്ക് വിളിച്ചപ്പോൾ മോള് പറഞ്ഞു, അമ്മയെ ചേട്ടൻ വിളിച്ചു നോക്കണു, ആമ്പല്ലൂർ വെച്ചിട്ട് ഈ ബാഗ് കിട്ടിയിട്ടുണ്ട് ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറിനെന്ന് പറഞ്ഞു. ഞങ്ങൾ വേഗം തന്നെ അപ്പം തന്നെ തിരിച്ചു വന്ന് ആ ബാഗ് ആ ചേട്ടൻ ഞങ്ങൾക്ക് തന്നു. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. അതുപോലെ തന്നെ ഞാൻ അഞ്ചെത്തിയുടെ മോൾക്ക് ഒരു കുട്ടി ഉണ്ടാവാണ്ട് 3 വർഷമായി. അവർക്ക് കുട്ടികളില്ലാണ്ട്. അപ്പോൾ വീട്ടിൽ അവളുടെ ഭർത്താവിൻ്റെ വീട്ടിൽ അവിടെ ചീത്ത പറഞ്ഞു തുടങ്ങി. നിനക്ക് എന്തോ കുഴപ്പമുണ്ട്, അല്ലെങ്കിൽ കുട്ടികളും പിള്ളേരും ഉണ്ടായേനെന്ന് പറഞ്ഞ് അവളെ ചീത്ത പറഞ്ഞ് അവിടെ തല്ലുകൂട്ടാൻ തുടങ്ങി. അപ്പം അവൾ എന്നോട് വന്ന് പറയും, ജോളി ഞാൻ എന്താ ചെയ്യുക നീ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ്, കൃപാസന മാതാവിൻ്റെ അടുത്തേക്ക് ചെല്ല്, മാതാവ് നിനക്കൊരു കുഞ്ഞിനെ തരും. അപ്പോൾ അവൾ പറഞ്ഞു, നീ സാക്ഷ്യം പറയുമോ ജോളിയെ? ഞാൻ പറഞ്ഞു, ഞാൻ സാക്ഷ്യം പറഞ്ഞോളാം. അമ്മ മാതാവ് നിനക്കൊരു കുഞ്ഞിനെ, എൻ്റെ മോൾക്കൊരു കുഞ്ഞിനെ കൊടുക്കും. അങ്ങനെ അമ്മ മാതാവ് അവളുടെ മകൾക്കൊരു പെൺകുഞ്ഞിനെ കൊടുത്ത് ഒരു സുഖമായിട്ട് ജീവിക്കുന്ന ഒരു കുഴപ്പമില്ല. യേശുവെ പരിശുദ്ധ തിരുക്കുമാരനും 1000 നന്ദി. ആദ്യമായി ഞാൻ അമ്മയുടെ മുന്നിൽ വന്ന് ഈ സാക്ഷ്യം പറയാൻ സാധിച്ചതിന് അമ്മയ്ക്കും ഈ പരിശുദ്ധാത്മാവിനും 1000 നന്ദി ഞാൻ അർപ്പിക്കുന്നു. ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇത് സാക്ഷ്യം പറയാൻ സാധിച്ചതിൽ അത് ഞാൻ വീണ്ടും നന്ദി പറയുന്നു. ആദ്യമായി ഞാൻ പറയുന്നത് 2023 ജൂൺ 11 ഞാൻ നിയോഗം വന്ന് ഉടമ്പടി എടുത്തിരുന്നു. അതിൽ ഒരു നിയോഗം വെച്ചിരുന്നു. എൻ്റെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസിൻ്റെ ചെറിയൊരു ഇഷ്യൂസ് ആയിരുന്നു. അതിൽ എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റിൽ ചെറിയൊരു ഇഷ്യൂസ് വന്നതുകൊണ്ട് അവിടുന്ന് ഗവൺമെൻറ്റിൽ നിന്ന് ആ സർട്ടിഫിക്കറ്റിൻ്റെത് റിജക്ഷൻ വന്നു. ഞാൻ ഉടമ്പടി എടുത്ത് നിയോഗം വെച്ചതിന് ശേഷം ഞാൻ മെയിൽ അയക്കുമ്പോഴും എല്ലാം ഉടമ്പടി തൈലം ഉപയോഗിച്ച് പ്രത്യക്ഷകരണ പ്രാർത്ഥന ചൊല്ലിയതിനു ശേഷം കാശിരൂപം അതിൽ തൊട്ടുകൊണ്ടാണ് മെയിൽ അയച്ചുകൊണ്ടിരുന്നത്. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, അത് കിട്ടുമെന്ന് എന്നെ കരുതിയില്ല. എനിക്ക് 100% എനിക്ക് പ്രതീക്ഷയില്ലായിരുന്നു. അത് റിജക്റ്റായി വന്നത് ഒരു ദുബായ് ഗവൺമെൻറ്റിൽ നിന്ന് എനിക്ക് തിരിച്ച് ഇത് കിട്ടുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ലാസ്റ്റ് ജൂലൈ മാസം 2024 എൻ്റെ ദുബായ് ഹെൽത്ത് അതോറിറ്റിയുടെ ലൈസൻസ് ക്ലിയറായി കിട്ടി. അതിന് എൻ്റെ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറഞ്ഞാലും തീരത്തില്ല. അതിന് കോടി ഞാൻ നന്ദി അർപ്പിക്കുന്നു. രണ്ടാമതായത്, എനിക്ക് ജോബ് ഇല്ലാത്തത് കൊണ്ട്, ഫിനാൻഷ്യൽ ബുദ്ധിമുട്ട് കൊണ്ട് എനിക്ക് ഒത്തിരി ആഗ്രഹിച്ചതായിരുന്നു 4 വീലറിൻ്റെ ലൈസൻസ് എടുക്കണമെന്ന്. എനിക്ക് ഫുള്ള് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ കൊണ്ട്. പക്ഷേ ഞാൻ ക്ലാസ് കുറച്ച് അറ്റൻഡ് ചെയ്ത് കൊണ്ട് എന്നെ 3 മാസം ഇടയ്ക്ക് ഇറഗുലറായിട്ട് ക്ലാസ് അറ്റൻഡ് ചെയ്തു. രണ്ടും കൽപ്പിച്ചു. മാതാവിൽ വിശ്വസിച്ച് ഉടമ്പടി എടുത്ത നിയോഗപ്രകാരം ഞാൻ അതിൽ വെച്ചിരുന്നു. ഞാൻ ഡേറ്റ് എടുത്തു. ഫസ്റ്റ് ചാൻസിൽ തന്നെ 4 വീലറിൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് പാസ്സായി കിട്ടണമെന്ന് ഞാൻ നിയോഗത്തിൽ വെച്ചിരുന്നു. അത് പ്രകാരം മാതാവ് ഈശോയും എനിക്കത് സാധിച്ചു തന്നു. ഫസ്റ്റ് ചാൻസിൽ തന്നെ പാസ്സായി കിട്ടി. അതിന് മാതാവിനും ഈശോയ്ക്കും ഞാൻ 1000 നന്ദി പറയുന്നു. അതുപോലെ തന്നെ മൂന്നാമത്തെ നിയോഗം എന്ന് പറഞ്ഞാൽ, ഞാനും എൻ്റെ അമ്മയും വന്നു ഈ കൃപാസനത്തിൽ വന്ന് ഉടമ്പടി എടുത്തിരുന്നു. ഞങ്ങൾ 2 പേരും ഉടമ്പടി നിയോഗത്തിൽ വെച്ചിരുന്നു. എൻ്റെ അമ്മയ്ക്ക് 6 വർഷം കൊണ്ട് കിഡ്നി സ്റ്റോൺ ഉണ്ടായിട്ടുണ്ട്. റിക്കറൻ്റായിട്ട് വന്നുകൊണ്ടിരുന്നു. അത് സർജറി 4 പ്രാവശ്യം ചെയ്തു. വീണ്ടും ഉണ്ടായിരുന്നു. 3 മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ ഒരു 5 മാസം കൂടുമ്പോൾ ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുക്കുമായിരുന്നു. അപ്പോൾ അമ്മ പ്രാർത്ഥിച്ചിരുന്നു, ഇനി ഒരു സർജറി കൂടാതെ തന്നെ ഈ ഒരു കിഡ്നി സ്റ്റോണ് പൂർണ്ണമായി മാറ്റി തരണമെന്ന് പ്രാർത്ഥിച്ചിരുന്നു, നിയോഗത്തിൽ വെച്ചിരുന്നു. അതോടൊപ്പം ഉടമ്പടി തൈലം ആ വയറിൽ പുരട്ടുകയും അതോടൊപ്പം ഇവിടുന്ന് തന്ന ഹണി ഉപയോഗിക്കുകയും പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം 3 ഡ്രോപ്സ് വെച്ച് കഴിക്കുകയും അതോടൊപ്പം അത് ഇവിടുന്ന് തന്ന കൃപാസനത്തിലെ സാൾട്ട് ആഹാരത്തിൽ ഇട്ട് ഉപയോഗിക്കുകയും ചെയ്തിരുന്നു. ഡെയിലി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയും യൂട്യൂബിലെ അച്ഛൻ്റെ പ്രാർത്ഥനകളും കേട്ടു പ്രാർത്ഥിച്ചിരുന്നു.
13ാമത്തെ ദിവസം ഇവിടുന്ന് വന്ന് ഉടമ്പടി എടുത്ത് 13ാമത്തെ ദിവസം അമ്മയ്ക്ക് ലെഫ്റ്റ് സൈഡ് അബ്ഡോമിനിൽ ഒരു പെയിൻ ഉണ്ടായി. അപ്പോൾ തന്നെ ആ കല്ല് പൊട്ടി പുറത്തു പോയി, ബ്ലീഡിങ് ആയിട്ട് പോയി. അതിനുശേഷം ഇതുവരെ സർജറിയോ ഒരു ട്രീറ്റ്മെൻറ്റ് ഇല്ലാതെ തന്നെ ആ കിഡ്നി സ്റ്റോൺ പൂർണ്ണമായി മാറ്റി കിട്ടി, ഒരു മെഡിസിനും കൂടാതെ തന്നെ, ഈ ഒരു അമ്മയുടെ അനുഗ്രഹത്താൽ. അതിന് ഞാൻ ഈ മാതാവിനും എൻ്റെ ഈശോയ്ക്കും കോടായിരം കോടി നന്ദി ഞാൻ അർപ്പിക്കുന്നു. അതോടൊപ്പം ബാക്കിയുള്ള നിയോഗങ്ങളും അമ്മ സാധിച്ചു തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാത്തിനും നന്ദി. ഈ ഇവിടുന്ന് തന്നുവിട്ട പത്രങ്ങളെല്ലാം ഞാൻ പൊതുവേദികളിലും എല്ലാം കൊടുക്കുമായിരുന്നു. അതുപോലെ എന്നാൽ കഴിയുന്ന നിയോഗപ്രകാരം അന്നദാനങ്ങൾ അനാഥാലയത്തിലും പൊതുവേദികളിലും കൊടുക്കുമായിരുന്നു. പ്രത്യക്ഷ പ്രാർത്ഥന ചൊല്ലിയതിന് ശേഷം ഈ ആഹാരത്തിൽ ഈ ഇവിടുന്ന് തന്നുവിട്ട ഉപ്പ് വിതറിയിട്ടായിരിക്കും കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവം, അതോടൊപ്പം മാതാവും ഈശോയും എന്നെ ഒത്തിരി അനുഗ്രഹിച്ചു. ഇതും മുന്നോട്ടും അമ്മ എന്നെ സഹായിക്കുമെന്ന് അമ്മയിൽ ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. നന്ദി. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടിക്കോടി നന്ദി. പറഞ്ഞ് തീരാൻ പറ്റാത്ത അത്രത്തോളം നന്ദി പറയുന്നു. എൻ്റെ പേര് ജസീന്ത, തൃശ്ശൂർ ജില്ലയിലെ കൂനമുച്ചി ഇടവകയിൽ നിന്ന് വരുന്നു. 2019 ആഗസ്റ്റിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ആദ്യത്തെ നിയോഗം എൻ്റെ ഈ മകന് വേണ്ടിയിട്ടായിരുന്നു. അവന് വിദേശത്തൊരു ജോലി ലഭിക്കുക എന്നുള്ളതായിരുന്നു. ഉടമ്പടി എടുത്ത് 3 മാസത്തിനുള്ളിൽ അവന് ആദ്യം കൊച്ചിൻ ഷിപ്പ് യാർഡിൽ ജോലി ലഭിച്ചു. പക്ഷെ അവൻ പഠിച്ച ജോലിയായിരുന്നില്ല. അപ്പോൾ വീണ്ടും ഞാനും മകനും ശക്തമായിട്ട് പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മകന് ഖത്തറിൽ ഷിപ്പ് യാർഡിൽ നല്ലൊരു ജോലി ലഭിച്ചു. രണ്ടാമത്തെ നിയോഗം ഇളയ മകൻ മെൽവിന് വേണ്ടിയിട്ടായിരുന്നു. അവനും വിദേശത്തൊരു ജോലിക്ക് വേണ്ടി തന്നെയായിരുന്നു. ആദ്യം അവന് ഖത്തറിൽ ഒരു 4 മാസത്തേക്ക് ജോലി ലഭിച്ചു. പിന്നീട് കഴിഞ്ഞ വർഷം ജപമാല റാലിയിൽ ഞങ്ങൾ പങ്കെടുത്തു. ഞാനും ഇളയ മകനും കൂടി പങ്കെടുത്തു. അതിൻ്റെ ഫലമായിട്ട് ഖത്തറിൽ അവന് ജോലി ലഭിച്ചു. മൂന്നാമതായിട്ട് അനുജത്തിക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടായിരുന്നു. അവൾക്ക് യൂട്രസ് എടുത്തു കളയണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓപ്പറേഷൻ്റെ സമയത്ത് അവൾക്ക് പ്രഷർ കൂടുകയും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാതെ ഓപ്പറേഷൻ മാറ്റി വയ്ക്കേണ്ട അവസ്ഥയൊക്കെ വന്നു. അതിനുശേഷം ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രഷർ കുറയുകയും ഓപ്പറേഷൻ വിജയകരമായി പൂർത്തിയാക്കാനും സാധിച്ചു. പിന്നീട് അവൾക്ക് ബ്ലീഡിങ് ഉണ്ടായതിനെ തുടർന്ന് യൂട്രസ് എടുത്ത് കളയണമെന്ന് പറഞ്ഞു. പിന്നീട് അവൾക്ക് ഹാർട്ടിൻ്റെ അസുഖം ഉണ്ടായിരുന്നു. ഹാർട്ടിൻ്റെ അസുഖത്തിന് ആൻജിയോഗ്രാം കഴിഞ്ഞിട്ട് ബ്ലഡ് കോട്ടാവാതിരിക്കാനുള്ളൊരു ഗുളിക ദിവസം കഴിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഗുളിക കഴിക്കുമ്പോൾ വീണ്ടും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നതുകൊണ്ട് വീണ്ടും ബുദ്ധിമുട്ടിലായി. അപ്പോൾ ഞാൻ അവൾക്ക് വേണ്ടിയിട്ട് കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും മാതാവിൻ്റെ തൈലം പരട്ടി പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായിട്ട് ആ മരുന്ന് ഡോക്ടർ നിർത്താൻ പറഞ്ഞു. പിന്നീട് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു സഹോദരിയുടെ മകൾ IELTS എഴുതി തോറ്റിരുന്നു. അപ്പോൾ അവൾ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും പത്രം കൊടുക്കുകയും കാശുരൂപം മാതാവിൻ്റെ ഫോട്ടോ കൊടുക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായിട്ട് അവൾ IELTS പാസ്സായി. കൂടാതെ ഉടമ്പടിയിൽ വയ്ക്കാത്ത ധാരാളം അനുഗ്രഹങ്ങൾ എനിക്കും എൻ്റെ കുടുംബത്തിനും മാതാവ് ഈശോ വഴി തന്നിട്ടുണ്ട്. എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞാൻ 1000 നന്ദി പറയുന്നു. ആദ്യം തന്നെ ഈ സാക്ഷ്യം ഇവിടെ അവതരിപ്പിക്കാൻ എനിക്ക് നിയോഗം തന്ന യേശുവിനും മാതാവിനും എൻ്റെ ഹൃദയത്തിൽ തട്ടിയ നന്ദി അർപ്പിച്ചുകൊണ്ട് ഞാൻ ആദ്യം തുടങ്ങട്ടെ. ഞാനിവിടെ എത്തിപ്പെടാനുണ്ടായ സാഹചര്യം എന്ന് വെച്ചാൽ എനിക്ക് പലപ്പോഴായിട്ട് യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എനിക്ക് ശക്തമായ ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടാവുകയും അത് എനിക്ക് ഛർദിൽ, നെഞ്ചുവേദന തുടങ്ങിയ ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടാകുകയും എൻ്റെ പേര് ലീലാവതി. ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്. അവിടെ ഒരു ഗവൺമെൻറ് സ്കൂളിൽ ടീച്ചറാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കെ ഞാൻ ആ അസുഖവും വെച്ച് ഞാൻ സ്കൂളിൽ ലീവില്ലാത്തത് കാരണം സ്കൂളിലേക്ക് പോകുന്നു. അവിടെ പോയി ഞാൻ ഛർദിലും പനിയുമായി വിറയലുമായിട്ട് അവിടെ കിടന്നു. അപ്പോൾ സഹപ്രവർത്തകരെല്ലാം എന്താണെന്ന് ചോദിച്ചപ്പോൾ എനിക്ക് പനിയാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിന്നെ വൈകുന്നേരം വരെ ഞാൻ അവിടെ കഴിച്ചുകൂട്ടി. വേഗം തന്നെ സ്കൂളിൽ ബെല്ലടിച്ചപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വേഗം എത്തുകയും വേഗം ഒരു കട്ടൻ കാപ്പി ഉണ്ടാക്കി കുടിച്ച് ഞാൻ കട്ടിലിൽ കിടന്നു.
അപ്പോൾ എനിക്ക് തിരിയാനും വയ്യ, മറിയാനും വയ്യ. എൻ്റെ ശരീരം വളരെ മുറുകുന്നു, വേദനിക്കുന്നു. എനിക്ക് അറ്റാക്ക് ഉണ്ടായി, ഞാൻ ഉടനെ മരിക്കുമോ എന്ന ഭയം എനിക്കുണ്ടാകുന്നു. എനിക്കൊരു മോനാണുള്ളത്. ആ മോനെക്കുറിച്ച് മാത്രമാണ് എനിക്ക് ആ സമയത്ത് ഓർമ്മ വന്നത്. ഇനി അവൻ ഒറ്റപ്പെടില്ലേ ഞാൻ പോയി കഴിഞ്ഞാൽ. ആ സമയത്ത് അനീതി വാട്സപ്പിലൊരു മെസ്സേജ് ഇടുന്നു. ആ വാട്സപ്പ് എന്താണെന്ന് ഞാൻ അനീതിയോട് തിരിച്ച് ഞാൻ വിളിച്ചു ചോദിക്കുന്നു. അപ്പോൾ അവൾ പറഞ്ഞു, ഇത് ആലപ്പുഴ കലവൂർ ഒരു പള്ളിയുണ്ട്, ആ പള്ളിയിൽ ഉള്ള ഒരു വ്യക്തിയുടെ സാക്ഷിയാണ്, അതൊന്ന് നീ കേൾക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ആ സാക്ഷി ഞാൻ കേട്ട് ഉറങ്ങി. ആ സാക്ഷ്യം കേട്ട് ഉറങ്ങി. ആ നിദ്രയിൽ ഞാനിവിടെ ഈ അൾത്താരയിൽ ഈ മാതാവും യേശുവപ്പനും എങ്ങനെ ഇരിക്കുന്നുവോ ആ രൂപത്തിൽ ആ തിരമാലയും മാതാവിൻ്റെ വിശ്വരൂപങ്ങളുമായിട്ട് ഞാൻ കാണുന്നു. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നു. മാതാവ് വന്ന് എന്നെ വളരെ ആശ്വസിപ്പിച്ചുകൊണ്ട് എൻ്റെ നെറ്റിയിലും നെഞ്ചിലും എൻ്റെ കൈകളിലും എല്ലാം പിടിച്ച് ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറുന്നു. എൻ്റെ ശരീരം മുറുകൽ മാറി. എൻ്റെ പ്രാഥമിക ആവശ്യങ്ങളെല്ലാം എനിക്ക് നിർവഹിക്കാനായി. അതോടുകൂടി എനിക്ക് അസുഖത്തിൻ്റെ തീവ്രത കുറഞ്ഞു വന്നു. ഞാൻ ഈ വിവരം ഉടനെ തന്നെ ഞാൻ അവളെ വിളിച്ചറിയിച്ചു. എനിക്ക് ഇതുപോലെ ഒരു അനുഭവം ഉണ്ടായി, ഒരു ദർശനം ഉണ്ടായി, ഇതുപോലെ തന്നെയാണോ അവിടെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ടില്ല, ഞാൻ സാക്ഷിയിൽ കണ്ടതാണ്, ഇതുപോലെയാണ് അവിടെ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് കുറച്ചും കൂടെ വിശ്വാസമായി. ഞാൻ അപ്പോൾ പറഞ്ഞു, അവൾ ഉടമ്പടി എടുക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ പോകുന്നുണ്ടെങ്കിൽ അപ്പം ഞാൻ പറഞ്ഞു, എനിക്ക് ഉടനെ തന്നെ വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല എന്ന് പറഞ്ഞു. പിന്നെ 2022 നവംബർ 29 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഉടമ്പടിയിൽ ഞാൻ വെച്ച പല കാര്യങ്ങളും എനിക്ക് വ്യക്തമായിട്ട് എനിക്ക് അനുഭവപ്പെടുകയുണ്ടായി. അതിൽ ഒരു നിയോഗം, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ്, എൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് പല തവണകളായി എഴുതി. അതിൽ KER എന്ന ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് ഞാൻ എഴുതി. പക്ഷേ ഞാൻ അതിൻ്റെ റിസൾട്ട് അനിയത്തിയോട് പറഞ്ഞു, ഞാൻ തോറ്റു പോകുന്നു. അപ്പോൾ പറഞ്ഞു, നീ അവിടെ പോയിട്ട് റിസൾട്ട് വിളിച്ച് ചോദിക്ക്, അപ്പോൾ മാതാവ് നിനക്ക് ഉത്തരം തരുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് പറഞ്ഞതുപോലെ അവിടെ നിന്നൊന്നും വിളിച്ച് ചോദിച്ചില്ല. ഇവിടെ വന്ന് ഇരുന്നു കൊണ്ട് ആ സമയമായപ്പോൾ ഞാൻ വിളിച്ച് ചോദിച്ചു. ഒരു 3 മണി സമയത്താണ് ഞാനിവിടെ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ വിളിച്ച് ചോദിച്ചത്. അപ്പോൾ പറഞ്ഞു ഫെയിലായി എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ വിശ്വാസം കൈവിട്ടില്ല. എന്നെ പരീക്ഷിക്കുമെന്ന് ആണെന്ന് കരുതി ഞാൻ വീണ്ടും അടുത്ത ആ ടെസ്റ്റ് തന്നെ വീണ്ടും എഴുതാൻ വേണ്ടി ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണ്ടി ഓൺലൈനായി കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോൾ അവർ പറഞ്ഞു, നിങ്ങൾ ടെസ്റ്റ് പാസ്സായല്ലോ, ഇനി കൊടുക്കണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഒരു ടെസ്റ്റും കൂടെ, എൻ്റെ കയ്യിൽ വന്ന ഒരു തെറ്റ്, എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് KSR പാസ്സാവാനുണ്ട്. അത് ഇതുപോലെ ഇവിടെ വന്ന് പിന്നെ വിളിച്ച് ചോദിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. എങ്കിലും ഞാൻ അവിവേകം കാണിച്ച വീട്ടിലിരുന്നു കൊണ്ട് തന്നെ വിളിച്ച് ചോദിച്ചു. പക്ഷെ അത് ഫെയിലായെന്ന് പറഞ്ഞു. ഇനി മാതാവ് അതിലും അത്ഭുതം പ്രവർത്തിക്കുമോ എന്ന് എനിക്ക് അറിയില്ല. എങ്കിലും എനിക്ക് വ്യക്തമായ ശക്തമായ ഉറപ്പും വിശ്വാസവും മുറുകെ പിടിച്ചുകൊണ്ട് ആണ് ഞാൻ നടക്കുന്നത്. ഞാൻ ചെറുപ്പം തൊട്ടേ ഞാനൊരു മാതാവിൻ്റെ കോളേജിലാണ് ഞാൻ പഠിച്ചത്. അന്ന് തൊട്ടേ മാതാവ് എന്നെ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്ന് എനിക്ക് പലതവണ അനുഭവപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഒരു കാരണം, ഞാൻ മുരുങ്ങൂര് ധ്യാനം കൂടാൻ എന്നെ പറഞ്ഞു വിട്ടു. പക്ഷെ അവിടെ നിന്നും എനിക്ക് പറ്റിയില്ല. പിന്നെ എൻ്റെ ജീവിതത്തിൽ ഉടനീളവും എന്നെ പുറകിൽ വന്ന് എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അതേപോലെ തന്നെ എൻ്റെ കൂടെ ഉള്ള ഒരു സഹപ്രവർത്തക HM ആയിരുന്നു. അവരുടെ മോൾക്ക് എൻ്റെ സ്കൂളിലെ HM, അപ്പോൾ അവരുടെ മോൾക്ക് ഒരു ജോലിയുടെ കിഫ്ബിയിൽ ജോലിക്ക് വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, ഒന്ന് പ്രാർത്ഥിക്കുമോ എന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ 12 പേരെയാണ് അന്ന് 500 പേര് ഇൻ്റർവ്യൂവിന് വന്നതിൽ 12 പേരെയാണ് സെലക്ട് ചെയ്തത്. അതിൽ ഇവരുടെ മോളും ഉണ്ടായിരുന്നു. അതെൻ്റെ നിയോഗത്തിലെ വേറൊരു ഇതായിരുന്നു. അതേപോലെ സ്കൂളിൽ എനിക്ക് പല പ്രശ്നങ്ങളും നേരിട്ടു. പലതരത്തിലുള്ള അവഗണന എനിക്ക് നേരിടേണ്ടി വന്നു. അതിൽ എന്നെ PSC ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയ ഒരു അനുഭവമായിരുന്നു. HM എന്നെ PSC ഡ്യൂട്ടിയിൽ നിന്ന് മാറ്റി നിർത്തിയപ്പോൾ എൻ്റെ മാതാവ്, എൻ്റെ യേശുവപ്പൻ എന്നെ ഈ കേരളത്തിലെ KPSC ഓഫീസിൽ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കാൻ 10 എക്സാമിനർമാരെയാണ് നിയോഗിച്ചത്. അതിൽ ഒരാളായിട്ട് എന്നെ നിയോഗിച്ചുകൊണ്ടുള്ള സെലക്ഷൻ പേപ്പർ സ്കൂളിലെത്തി. അങ്ങനെ എന്നെ ദൈവത്തിൻ്റെ കൃപ എന്നിൽ ചൊരിയുകയുണ്ടായി. എൻ്റെ വീട്ടിൽ കുറേ പ്രതികൂല സാഹചര്യങ്ങൾ എനിക്ക് അനുഭവിക്കേണ്ടി വന്നു. ആ അനുഭവത്തിനെല്ലാം ദൈവം വ്യക്തമായ മറുപടി കൊടുക്കുകയുണ്ടായി.
അതുപോലെ ഒരു ബാങ്കിൽ എനിക്ക് ലോൺ കിട്ടുന്നില്ല. അതിന് കാരണം എനിക്ക് സിബിൽ പ്രശ്നമായിരുന്നു. 2 റിക്കവറി ഉണ്ടായിരുന്നു. ആ റിക്കവറി പൂർത്തിയാക്കാൻ വേണ്ടി ഈ എൻ്റെ സഹപ്രവർത്തകയായി നിന്ന എൻ്റെ HM 3.5 ലക്ഷം രൂപ തന്ന് ആ റിക്കവറി ക്ലോസ് ചെയ്യാൻ ഞാൻ ചോദിക്കുകയോ പറയുകയോ ഒന്നും ചെയ്തില്ല. ഈ ലോൺ കൊണ്ടുപോയി ക്ലോസ് ചെയ്യ് എന്ന് പറഞ്ഞു. അത് കൊണ്ടുപോയി ഞാൻ വാങ്ങിക്കൊണ്ടുപോയി അത് ക്ലോസ് ചെയ്തു. എനിക്ക് SBI മാനേജർ എന്നെ വിളിച്ച് ഉടനെ തന്നെ എനിക്കൊരു ലോൺ പാസ്സാക്കി തന്ന് ഈ 3.5 ലക്ഷം രൂപ എനിക്ക് തിരിച്ചു കൊടുക്കാൻ എൻ്റെ മാതാവും യേശുവപ്പനും എന്നെ സഹായിച്ചു. അതുപോലെ എൻ്റെ വീട്ടിലെ കിണറിൽ 2 വർഷമായി വീട്ടിലെ കിണറിൽ എപ്പോഴും പുഴുവാണ്. ചില സമയത്ത് കറുത്ത പുഴുവായിരിക്കും, ചില സമയത്ത് ചുമന്ന പുഴുവായിരിക്കും. ഈ അടുത്ത ഒരാഴ്ച മുമ്പ് വരെ ഈ വെള്ളത്തിൽ തുണി കെട്ടിയാണ് ഞങ്ങൾ ഉപയോഗിച്ചു കൊണ്ടിരുന്നത്. ഞാൻ ഉപ്പുവെള്ളം കലക്കി ഒഴിച്ചു. ഞാൻ ശക്തമായി പ്രാർത്ഥിച്ചു. ഞാൻ ഇങ്ങോട്ട് വരണു എന്ന് അറിഞ്ഞതോടുകൂടി ഒരാഴ്ച കൊണ്ട് എൻ്റെ വീട്ടിലെ വെള്ളം ശുദ്ധമായിട്ട് അതിലൊരു കരട് പോലും ഇല്ലാതെ നല്ല ശുദ്ധമായ വെള്ളമാക്കി മാതാവും യേശുവപ്പനും കൂടെ കൃപ ചൊരിഞ്ഞ് അനുഗ്രഹിച്ചു.